മഹാദർശനത്താൽ വിവശനായി തീരും ഞാൻ. ഹാമവേശ കരുണേശ വേണ്ടതെല്ലാം ദയ തോന്നി നൽകുമ്പോൾ എന്റെ ദൈവത്താൽ കലങ്ങിത്തുമില്ല. ദൈവമാവയ്ക്കായി വേണ്ട പുഷ്പങ്ങൾക്കും അവൻ ശോഭ. നല്ല ക്രിസ്ത്യാനിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളുടെ വിശ്വാസം എന്തുകൊണ്ട് നമ്മൾ മരിച്ചാൽ നമ്മുടെ പ്രാണൻ വെള്ളത്തിലോ അല്ലെ ചീഞ്ഞളിയോ അല്ല ചെയ്യുന്നത്. നമ്മുടെ പ്രാണൻ എവിടെ ചെല്ലുന്നു? കർത്താവിനോട് കൂടെ ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായി എനിക്കൊരു യാത്ര ചെയ്യാം ഞാൻ ക്രൂശെ നോക്കി ഞാൻ പാഴുവങ്ങ് ധരിക്കുന്ന ഒരു ദിവസം ഉണ്ടല്ലോ. കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനതോടന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർക്ക് ഉയർത്തി ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ആ പ്രത്യേക സന്ദർഭത്തിൽ കർത്താവിന്റെ കാഹളം ധരിക്കുമ്പോൾ മരിച്ചവരക്ഷരായി എടുക്കുന്ന ആ സമയത്ത് കർത്താവിന്റെ ദാസയും കാണുമെന്നുള്ള വലിയ വ്യത്യാസം നമുക്കുണ്ട്. തന്റെ ദൗത്യങ്ങളൊക്കെ ഭംഗിയായി പൂർത്തീകരിക്കാൻ ദൈവം സഹായിച്ചു. കൊടുത്ത ധന്യമായ ജീവിതത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഈ ശുശ്രൂഷയില് ഞങ്ങൾക്ക് സംബന്ധിക്കുവാന് വലിയവനായ കർത്താവ് തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഞാനാണ് വന്നത്. കഴിഞ്ഞ മാസം ഞങ്ങൾ വന്നിരുന്നു. കുഴപ്പമൊന്നുമില്ലായിരുന്നു. മോളെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. മോളെ എങ്ങനെയുണ്ട് നോക്കിയപ്പോൾ ഞങ്ങൾ 6 മാസം മുമ്പ് വന്നപ്പോൾ അത് കണ്ടായിരുന്നു. ജോളെ അതിൻ്റെ അന്ന് നടനേക്കാട്ടി മമ്മി ഹാപ്പിയായിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്കും സ്പൈനൽ കോഡിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് ഇങ്ങോട്ട് യാത്ര ചെയ്യാൻ വയ്യായിരുന്നു. ഞങ്ങൾ അപ്പച്ചനെ ഞാൻ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നല്ല കൈ വെച്ചിട്ട് പറഞ്ഞു, മോളെ കോഴി തന്നെ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുന്ന പോലെ ഞാൻ പറക്ക പഠിപ്പിച്ചു. നിന്നെ വിടുകയാണ്. നിനക്ക് 20 വയസ്സുണ്ട്. നിന്റെ ഭർത്താവ് ഒരു മോനെ ഉള്ള ആ വീട്ടില്. പക്ഷെങ്കിൽ അവരോട് പറഞ്ഞു ഒഴിവാക്ക. ആ വീട്ടിൽ 4 പെൺമക്കളുണ്ട്. വിജയനഗറിന്റെ വീട്ടിൽ നീ മുഖാന്തരം ആ വീട്ടിൽ ഒരു തുള്ളി കണ്ണീര് വീഴുവാൻ അനുവദിച്ചേക്കരുത്. അവർ ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടിരിക്കുന്നു. വളരെ നല്ല മാതൃകയുള്ള ഒരു ഞങ്ങളുടെ ഭവനത്തിലെ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായ ദിവസമേ സാറിന്റെ കുടുംബം.
ഓർക്കുകയാണ്. സാറിൻ്റെ ഭാര്യ മാതാവിൻ്റെ യോഗത്തിൽ ഞങ്ങളുടെ വ്യക്തിപരമായ പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലുമുള്ള അനുശോചനം അറിയിച്ചു കൊള്ളുന്നു. കൂടാതെ ജോയിയുടെ അമ്മയുടെ ഇളയ സഹോദരിയാണ്. ഞങ്ങളിവിടെ ഓമല്ലൂരാണ് എൻ്റെ വീട്. എൻ്റെയും ഇപ്പോൾ അറിയത്തില്ലല്ലോ ദൈവത്തിന് തോന്നണം. അങ്ങനെ കരയിൽ ചെല്ലുമ്പോൾ നമ്മളെന്തോ നേടിയതെന്നറിയാം. ആ നേട്ടം കൊണ്ടായിരിക്കും എനിക്ക് പെട്ടെന്ന് സഹോദരിക്ക് മുതൽക്ക് ഞാൻ എൻ്റെ അടുത്ത 2 കുടുംബങ്ങളായിട്ട് താമസിച്ചു വയ്ക്കുകയായിരുന്നു. എൻ്റെ വീട്ടിലും 5 മക്കളാണ്. അങ്ങാടിക്കലെ വീട്ടിലും 5 മക്കളാണ്. ഒരാളും 4 പെണ്ണും. ഈ വീട്ടിലും അതുപോലെ തന്നെയാണ്. ഞങ്ങൾ വളരെ ഒരു ഭാവി പോകാൻ ജീവിതത്തിലെ ടീച്ചേഴ്സ് ആയിരുന്നു. ഇപ്പോൾ റിട്ടയർമെന്റ് ലൈഫ് ഞങ്ങൾ കഴിയുകയാണ്. ചോദിച്ചാൽ ഞങ്ങളുടെ മാനേജറിനല്ല വിരമിച്ചത്. ഞാനും സ്കൂൾ മാനേജ്മെന്റിലെ ഒരു അധ്യാപികയായിരുന്നു. പ്രിയതമ്മയുടെ വേർപാട് ഈ നാളുകളില് ദുഃഖത്തിൽ ആകുന്നു. എന്നാൽ നിരാശയുടെ അനുഭവമല്ല, പ്രത്യാശ. വിശ്വാസഗീതങ്ങളിലെ 35-ാമത്തെ ഞാനെന്നോട്ടം തികച്ചു സ്വർഗദേവേ വിരോധിനായി ലോകേ ഞാനെൻ പറന്നീടം ഞാൻ മാറൂരു എന്റെ പ്രിയന്റെ മുൻപിൽ ഈ പ്രിയ മാതാവ് ഈ ലോകത്തിലെ കഷ്ടതകൾ പ്രയാസങ്ങളെല്ലാം വിട്ട് ആ സന്തോഷത്തിന്റെ പ്രതീക്ഷ പ്രാപിക്കാനായിട്ട് പോയിരിക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങാടിക്കൽ ശാരീരികയുടെ വികാരി എന്ന നിലയിൽ മാത്രമല്ല, അവിടുത്തെ അനേക കുടുംബങ്ങൾ തിരുവള്ളിയിൽ നദിയിലെയും അരികിലെ കുടുംബങ്ങളെല്ലാം ഈ പ്രിയ ഭവനവുമായിട്ട് ബന്ധമുണ്ട്. അവിടുത്തെ പ്രിയ ബാബുശാന്റെ മകൻ റോഹിഷാൻ, ഇവിടുത്തെ മകളായിരിക്കുന്ന ബെറ്റിഫീസ് പത്തനംതിട്ട മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരോടും ഇന്ന് ഇവിടെ ആയിരിക്കുന്ന ഇവരോടുമുള്ള നന്ദിയും സ്നേഹവും ദൈവനാമത്തിൽ അറിയിക്കുന്നു. ഇപ്പോൾ ഒരു ചുമതലക്കാരൻ എന്ന നിലയിലാവുന്നു നിന്റെ മുഖാകെ നിൽക്കുന്നത്. 2 തീമോഥെയോസിന്റെ 1-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, തീമോഥെയോസിനോട് പറയുന്നത് പോലെ, നിന്റെ വലിയമ്മ ലൂബീസിൽ നിന്റെ അമ്മ യുനീക്കയിലുമുള്ള വിശ്വാസം ഞാൻ കണ്ടിരിക്കുന്നു. നിന്നിലും വളരെ ദുഃഖത്തിലായിരിക്കുന്ന കുടുംബാംഗങ്ങളെ നടന്നു വന്നിരിക്കുന്ന ഏവരും എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം. എല്ലാം അവസാനിക്കുന്നു എന്ന് ചിന്തിക്കുന്നവർക്കാണ് മരണം കൂടുതൽ ദുഃഖകരമായി വേദനാജനകമായി അനുഭവപ്പെടുന്നത്. എന്നാൽ ആ നിത്യതയെ പറ്റിയുള്ള പ്രത്യേക ജോയിച്ചായൻ എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഈ PD ജോണിൻ്റെ സഹധർമ്മിണി മിനുവോളമാമ എന്ന് ഞങ്ങൾ വിളിക്കുന്ന അറിയാമ്മ
ശ്രീമതി മറിയാമ്മ ജോണിൻ്റെ ധന്യമായ ജീവിതത്തെ ഓർത്ത് ഞാൻ ഈ ദൈവത്തെ സ്തുതിക്കുകയാണ്. കുടുംബത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് 2 കാര്യങ്ങൾ മാത്രം ചുരുങ്ങിയ വാക്കുകൾ പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകൾ അവസാനിപ്പിക്കാം. മമ്മയുടെ വേർപാട് അകാലത്തിലാണ് എന്ന് പറയാൻ നിർവാഹമില്ല. കാരണം 29 സമ്മേളനങ്ങൾ ഈ ജീവിതയാത്രയിൽ പിന്നിടുകയുണ്ടായി. 29 വയസ്സ് പൂർത്തീകരിച്ച് 80 ഭവനത്തിൽ കടന്നു വരുന്ന ഏവർക്കും അവരെ സ്നേഹിക്കുവാനും കരുതുവാനും ഭക്ഷണം ഒരുക്കുവാനും ഒക്കെ ഈ കഴിഞ്ഞ നാളുകളിൽ മമ്മിക്ക് സാധിച്ചു എന്നുള്ളത് രാവിലെ മുതൽ അവർ കേൾക്കുന്ന മമ്മിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കേൾക്കുന്ന ചില വാക്കുകളാണ്. പ്രിയപ്പെട്ട മമ്മിയിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച നല്ല മൂല്യങ്ങൾ, ആ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. മരുമക്കളായ ഞങ്ങൾക്ക്, പ്രത്യേകിച്ച് എനിക്ക് പ്രോത്സാഹനം, ഒരു മരുമക്കളെക്കാൾ ഉപരിയായിട്ട് ഞങ്ങളെ സ്നേഹിക്കുവാനായിട്ട് മമ്മിക്ക് സാധിച്ചു. ആശുപത്രിയിൽ രോഗിയായി കിടന്നപ്പോൾ മമ്മിയെ ശുശ്രൂഷിക്കുവാൻ തക്കവണ്ണം ചേച്ചിക്കും ബെറ്റിക്കും ഒക്കെ സാധിച്ചത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. മമ്മിയെ ശുശ്രൂഷിച്ച എല്ലാ കരങ്ങളെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ധന്യമായ ജീവിതത്തെ തിരുമുൻപിൽ ആനന്ദി ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുൾക. കൊണ്ടുവന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും ജനിച്ചവനും സൃഷ്ടിയില്ലാത്തവനും തത്വത്തിൽ പിതാവിനോട് സകല സൃഷ്ടിക്കും മുഖാന്തരമായവനും മനുഷ്യരായ ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിറങ്ങി വിശുദ്ധമായ കന്യമറിയാമൻ ജഡം ധരിച്ച മനുഷ്യനായി നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ ശിവശിഹായെ, നിന്റെ കൃപയാലും ധാരാളമായ കരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളുടെ ശുശ്രൂഷ കൈക്കൊള്ളണമേ. നിനക്ക് ബഹുമാനകരവുമായിരിക്കണമേ. കർത്താവേ, നിന്റെ അനുഗ്രഹങ്ങളും കരുണകളും സഹായങ്ങളും കൃപകളും ദൈവികമായ നിന്റെ സകലദാനങ്ങളും ബലഹീനരായ ഞങ്ങളുടെ മേലും ബലഹീനതയുള്ള ഞങ്ങളുടെ വർഗത്തിന്മേലും ഒന്ന് ആവശ്യിച്ച് എന്നേക്കും പാർക്കുമാറാകണമേ.